നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D steel bars. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ആരോപണ വിധേയരെല്ലാം ഉത്തരവാദിത്വം ഏൽക്കണമെന്ന് PP തങ്കച്ചൻ റിപ്പോർട്ടറോട്. അവസാന നാളുകളിലെ ആരോപണം പ്രതിരോധിക്കാൻ സമയം കിട്ടിയില്ല. തെറ്റാരെങ്കിലും അത് പറ്റിയെങ്കിൽ ആ തെറ്റ് പറ്റിയ കക്ഷികൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ മുന്നണി ഭരണമാകുമ്പോൾ നമുക്ക് അങ്ങനെ രക്ഷപ്പെടാൻ നോക്കില്ല. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒന്നായിട്ടാണ് കാണാൻ കഴിയുള്ളൂ. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി UDF നേതാക്കൾ. BJPക്കെതിരെ ഇടതു വലത് ഒത്തുകളി നടന്നെന്ന് കുമ്മനം രാജശേഖരൻ. ഒരു ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ അടവുകളാണ് അവർ അവസാനമായിട്ട് പയറ്റിയത്. ഫലം അറിഞ്ഞ ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് യെച്ചൂരി. VSന്റെ വോട്ടിംഗ് ഒളിഞ്ഞു നോക്കിയില്ലെന്ന് G സുധാകരൻ. സംസ്ഥാനത്ത് 77.35% പോളിംഗ് എന്ന അന്തിമ കണക്ക്. കൂടുതൽ കോഴിക്കോട്, കുറവ് പത്തനംതിട്ടയിൽ. ഏറ്റവും കുറവ് പോളിംഗ് നടന്ന മണ്ഡലം തിരുവനന്തപുരം, കൂടുതൽ ചേർത്തലയിൽ. ഫലം മറ്റന്നാൾ. കണ്ണൂർ വിമാനത്താവള ഭൂമി അഴിമതി കേസിൽ ഉമ്മൻചാണ്ടിക്കും K ബാബുവിനുമെതിരെ ത്വരിതാന്വേഷണം. ജൂൺ 17-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ തലശ്ശേരി വിജിലൻസ് കോടതി ഉത്തരവ്. ചീഫ് സെക്രട്ടറി അടക്കം 4 ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം. സംസ്ഥാനമെങ്ങും കനത്ത മഴ, വ്യാപക നാശനഷ്ടം, കടലാക്രമണം രൂക്ഷം. ആലപ്പുഴയുടെ തീരങ്ങളിൽ വീണ്ടും ദുരിതകാലം. ഞങ്ങളുടെ കുഞ്ഞുമക്കളെയൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പ പോലും ഇല്ല വേലെടുത്ത്. പിന്നെ ഈ ഭവനം നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യും? MP MLA വന്നിട്ട് ഇന്ന് കല്ല് വരും, നാളെ കല്ല് വരും. ജിഷ വധക്കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ്. നടന്നത് പ്രൊഫഷണൽ അന്വേഷണമല്ല. ജറ്റ് സന്തോഷ് വധക്കേസിൽ 2 ഗുണ്ടകൾക്ക് വധശിക്ഷ, 5 പ്രതികൾക്ക് ജീവപര്യന്തം. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി. 6 സിറ്റിംഗ് സീറ്റ് നഷ്ടമായി. കോൺഗ്രസും ആം ആദ്മിയും 5 വീതം സീറ്റ് നേടി. RBI ഗവർണർ രഘുറാം രാജനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമി. ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി മത്സരത്തിൽ മലയാളി താരം PR ശ്രീജേഷ് ഇന്ത്യൻ ടീം നായകൻ. മികവുറ്റ വിജയം പ്രതീക്ഷിച്ച് ശ്രീജേഷ് ടീമിനെ ഉടച്ചു വാർത്തത് ഒളിമ്പിക്സിന് മുന്നോടിയായി. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ UDFന് വേണ്ടത്ര സമയം കിട്ടിയില്ലെന്ന് മുന്നണി കൺവീനർ PP തങ്കച്ചൻ. തോൽവിയുണ്ടായാൽ ഘടകകക്ഷികളടക്കം ആരോപണ വിധേയർ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. മുന്നണി ഭരണമായതിനാൽ ഘടകകക്ഷികൾ ചെയ്യുന്ന അഴിമതിയുടെ ഉത്തരവാദിത്തങ്ങൾ പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും PP തങ്കച്ചൻ കൊച്ചിയിൽ റിപ്പോർട്ടറോട് പറഞ്ഞു. അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്തത് UDFന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്ന നിലപാടിലാണ് മുന്നണി കൺവീനർ PP തങ്കച്ചൻ. സർക്കാരിന്റെ അവസാന നാളുകളിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടത്ര സമയം UDFന് ലഭിച്ചില്ലെന്നും PP തങ്കച്ചൻ പറഞ്ഞു. പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ സമയം കിട്ടിയിട്ടില്ല. ഏതാണ്ട് ഈ അവസാന നാളുകളിലാണ് വന്നത്. ചെറിയ ഘടകകക്ഷികൾ ചെയ്യുന്ന അഴിമതിക്ക് പോലും ശിക്ഷയേൽക്കേണ്ടി വരുന്നത് സർക്കാർ ഒന്നടങ്കമാണ്. പരാജയമുണ്ടായാൽ ഇത്തരക്കാർ ഉത്തരവാദിത്തം ഏൽക്കണമെന്നും UDF കൺവീനർ പറഞ്ഞു. അതെ, ഒരു കക്ഷിയുടെ പേരിൽ മറ്റൊരു കക്ഷി വലിയതാകാൻ പാടില്ല. തെറ്റാരെങ്കിലും അത് പറ്റിയെങ്കിൽ ആ തെറ്റ് പറ്റിയ കക്ഷികൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ മുന്നണി ഭരണമാകുമ്പോൾ നമുക്ക് അങ്ങനെ രക്ഷപ്പെടാൻ നോക്കില്ല. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒന്നായിട്ടാണ് കാണാൻ കഴിയുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഏതെങ്കിലും കടയുടെ ഭാഗത്ത് ഒന്നാണെങ്കിൽ പോലും അത് എല്ലാവരും കൂടി ഏറ്റെടുക്കേണ്ടി വരും. എക്സിറ്റ് പോൾ ഫലങ്ങളെ UDF പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്നും PP തങ്കച്ചൻ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി. സംസ്ഥാനത്തെ ഇടതു വലതു മുന്നണികൾ BJPക്കെതിരെ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചുവെന്ന് കുമ്മനം രാജശേഖരൻ. ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം BJP കൈവരിക്കുമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ BJPക്ക് പരാജയഭീതിയാണെന്ന് CPM പ്രതികരിച്ചു. സംസ്ഥാനത്ത് BJPക്കെതിരെ LDFും UDFും ഒത്തുകളിച്ചുവെന്ന ആരോപണമാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഉന്മൂലന രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരു മുന്നണികളും കൈക്കൊണ്ടത്. കേരള രാഷ്ട്രീയത്തെ LDFും UDFും എന്ന് പറഞ്ഞ 2 ശക്തികളല്ലാതെ മറ്റാരും ഉണ്ടാകരുത് എന്ന ഒരു ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ അടവുകളാണ് അവർ അവസാനമായിട്ട് പയറ്റിയത്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾക്ക് ഇതിനെ അതിജീവിക്കാനായെന്നും കുമ്മനം രാജശേഖരൻ വിശദീകരിക്കുന്നു. അതേസമയം നിയമമണ്ഡലത്തിൽ വോട്ടുമറിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് UDF സ്ഥാനാർത്ഥി V സുരേന്ദ്രൻപിള്ള പ്രതികരിച്ചു. CPMനെ തോൽപ്പിക്കാൻ, LDFനെ തോൽപ്പിക്കാൻ വേണ്ടി BJP വോട്ടുകൾ UDFന് ചെയ്തിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ നേമത്ത് വോട്ടുകൾ അട്ടിമറിക്കപ്പെട്ടുവെന്ന ആശങ്ക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയും പങ്കുവയ്ക്കുന്നു. ഒരു ബൂത്തിൽ നിന്ന് 25 വോട്ടെങ്കിലും വിലയ്ക്ക് വാങ്ങണം എന്നുള്ള നിർദ്ദേശം BJP നൽകിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.
ഈ വിഷയമാണ് ന്യൂസ് ടുഡേ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് പഴകുളം മധു, CPM നേതാക്കളെയും നമ്മൾ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ട രണ്ട് നേതാക്കളുടെ പ്രതികരണങ്ങൾ അത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണോ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ആദ്യം ശ്രീ പഴകുളം മധു, തോൽക്കുന്നതിന് കാരണം കണ്ടെത്തുകയാണോ PP തങ്കച്ചൻ ഇന്ന് ഈ നടത്തിയ പ്രതികരണത്തിലൂടെ നമ്മൾ കേട്ടത്? തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ അഴിമതി ആരോപണങ്ങൾ പ്രതിരോധിക്കുന്നതിന് വലിയ വീഴ്ച പറ്റി, അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ടു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, ഇന്നലെ വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സൂചിപ്പിക്കുന്നവയായിരുന്നു. ഇപ്പോൾ PP തങ്കച്ചൻ പറയുന്ന ഈ അഴിമതി ആരോപണങ്ങൾ അതിനോട് വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തന്നെയല്ലേ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം എന്ന് ഈ എക്സിറ്റ് പോൾ സർവേകൾ സൂചിപ്പിക്കുന്നതും? തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ UDF കൺവീനർ ശ്രീ PP തങ്കച്ചൻ അദ്ദേഹത്തെ കണ്ട മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന വേളയിൽ ഏറ്റവും അവസാനം ഗവൺമെൻറ്റിനെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന ചില ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ സമയം ലഭിച്ചില്ല എന്നുള്ളൊരു പരാമർശമാണ് നടത്തിയത്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നോ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാണെന്നോ അല്ല. ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തൽ പാർട്ടി നേതാക്കന്മാരെല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനായ ശ്രീ PP തങ്കച്ചനും ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകരുമായുള്ള ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം ആദ്യം തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാരും BJP നേതാക്കന്മാരുമാണ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ ലഭിച്ചില്ല എന്നും UDF അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി അങ്ങോട്ട് ചെയ്യുന്ന വോട്ട് മറിച്ചു എന്നും അവർ പറഞ്ഞിട്ടുള്ളത്. അവരുടെ വാക്കുകളാണ് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് കാണിക്കുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും വളരെ വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും ഈ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങളല്ല 19-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ വരുന്നത്, വ്യത്യസ്തമായൊരു ഫലം വരും. എന്തായാലും PP തങ്കച്ചൻ UDFന്റെ കൺവീനറാണ്, കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്നു, ഏറ്റവും ഒടുവിലുണ്ടായ അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയായി, അത് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റിയില്ല എന്നാണ് PP തങ്കച്ചൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം. അത് തെരഞ്ഞെടുപ്പിൻ്റെ സൂചനകൾ എന്ന നിലയിൽ പുറത്തു വന്ന ഈ എക്സിറ്റ് പോൾ സർവേ പ്രവചനങ്ങളൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ കരുതുക എന്താണ്, ഇതൊരു മുൻകൂർ ജാമ്യാപേക്ഷയാണ്, ഇത് പരിഗണിക്കണം, ഇതാണ് തോൽവി ഉണ്ടായാൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്നല്ലേ? ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. എക്സിറ്റ് പോൾ ഫലം തീർത്തും സത്യവിരുദ്ധമാണ്. സത്യവിരുദ്ധം അവർ മനഃപൂർവ്വം കെട്ടിച്ചമച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് കാണാൻ കഴിയാത്ത യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്, അത് വെളിവാകും. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല. ഞങ്ങൾ കേരളത്തിൽ തുടർ ഭരണമുണ്ടാകും, ഞങ്ങൾക്ക് ഭരിക്കാൻ തുടർന്നും അവസരം ലഭിക്കും എന്ന കാഴ്ചപ്പാടാണ്, വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. ബഹുമാനായ PP തങ്കച്ചൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതിൽ ഏറ്റവും അവസാനം പറഞ്ഞൊരു വാക്യത്തെ കയറി പിടിച്ചാണ് ഇവിടെ ഇപ്പോൾ ചർച്ചയ്ക്ക് ആധാരമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനെതിരായി ധാരാളം ആരോപണങ്ങളും മറ്റും വരികയുണ്ടായി. ഏറ്റവും അവസാനം വന്ന ആരോപണങ്ങൾക്ക് ശക്തവുമായിട്ടുള്ള മറുപടി കൊടുക്കാൻ അവസരം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു പാസീവായിട്ടുള്ള കമൻ്റാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ വിലയിരുത്തിക്കൊണ്ട് നടത്തിയ ഏക പരാമർശമല്ല അത്. അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ജയിച്ചു വരും, UDF ഗവൺമെൻറ് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ അവസാനം വന്ന ചില ആരോപണങ്ങളിൽ ശക്തമായി നിരാകരിക്കുന്നതിനോ അതിനെ ഇഴകീറി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലോ സമയം വേണ്ടത്ര ലഭിച്ചില്ല എന്നുള്ളൊരു ഒരു പരാമർശം മാത്രമേ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഉറപ്പാണ്. താങ്കൾ ഒരുപക്ഷെ ആ ഒരു ന്യൂസ് റിപ്പോർട്ട് മുഴുവൻ കണ്ടിരുന്നുവെങ്കിൽ താങ്കൾക്ക് അങ്ങനെ തോന്നില്ലായിരുന്നു. അതിനെപ്പറ്റി മാത്രമല്ല, ഘടകകക്ഷികൾക്കെതിരായ ആരോപണം, അതിൽ കോൺഗ്രസ് എങ്ങനെ പ്രതിരോധത്തിലായി, ചെറിയ ഘടകകക്ഷികൾ അടക്കം അവർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങളൊക്കെ കോൺഗ്രസിനെ, സർക്കാരിനെയൊക്കെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ വളരെ വിശദമായി ഈ അവസാന നാളുകളിലെ അഴിമതി സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് മടങ്ങി വരികയും ചെയ്യാം. ശ്രീ AN രാധാകൃഷ്ണൻ, ഇന്ന് കുമ്മനം രാജശേഖരൻ്റെ മാധ്യമങ്ങളോട് നടത്തിയ
പ്രസ്താവനയും ഇതേ രീതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ട്. നേമത്തും വട്ടിയൂർക്കാവിലും വലിയ തോതിൽ BJP വിജയപ്രതീക്ഷ നിലനിർത്തി പോന്നിരുന്നു. അവിടെ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും പാർട്ടി നടത്തിയിരുന്നു. മറ്റു പല മണ്ഡലങ്ങളിലും അങ്ങനെ നടത്തിയിട്ടുണ്ട് എന്നത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ അക്കൗണ്ട് തുറക്കുന്നത് നേമത്തായിരിക്കും എന്ന ഒരു പൊതു വിലയിരുത്തൽ BJP നേതാക്കളൊക്കെ ചർച്ചകളിലും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ പറയുന്നു നേമത്തും വട്ടിയൂർക്കാവിലും അവിടെ വോട്ട് മറിച്ചു, മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു BJPയെ തോൽപ്പിക്കാൻ. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് BJP എത്തിയത് തോൽവി ഉറപ്പായി എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണോ? അല്ല, ഒരു മൂന്നാം മുന്നണി രൂപീകൃതമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളെ പിന്തള്ളിക്കൊണ്ട് ഞങ്ങളൊരു വലിയൊരു പുതിയ സംവിധാനം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രകടമായ രൂപം 19-ാം തീയതി രാവിലെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം കേരളത്തിൽ ജയിക്കാൻ പോകുന്നത് വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ വളരെ സജീവമായ സാന്നിധ്യത്തോടുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ NDA സഖ്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയത്തിലേക്ക് വരും. പിന്നെ അത് ബഹുമാനെ കുമ്മനം അത് സൂചിപ്പിക്കാനുള്ള കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നാം കണ്ടിട്ടുള്ള അതേ കാര്യങ്ങൾ ഈ പ്രാവശ്യം ഉണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും 22,000 വോട്ടാണ്. അതിൻ്റെ അതേ സാഹചര്യങ്ങളും അതേ രീതിയിലുമാണ് നേമത്ത് ഇപ്പോൾ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മുൻകൂട്ടി ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. UDF LDF സഖ്യത്തെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന, ശ്രീമാൻ MI ഷാനവാസിൻ്റെ പ്രസ്താവന, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പ്രസ്താവന, യാതൊരു കാരണവശാലും BJPയെ നിയമസഭാ പ്രവേശനത്തിന് അനുവദിക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പറയാൻ സാധിക്കും, തിരുവനന്തപുരത്തെ നേമം ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 100% വിജയപ്രതീക്ഷയാണുള്ളത്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് കേരളത്തിൻ്റെ പുതിയ രാഷ്ട്രീയത്തിലേക്കാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF സംവിധാനം തകരാൻ വേണ്ടി പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഒരു പുതിയ മൂന്നാം ശക്തിയുടെ ഉദയം 1. 2, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ പോലെ കോൺഗ്രസ് പാർട്ടി 100% നിർജ്ജീവമാകാൻ വേണ്ടി പോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗിനേക്കാൾ കുറവ് സീറ്റാണ് മിക്കവാറും കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ്സിനാണെങ്കിലും കോൺഗ്രസ്സിനാണെങ്കിലും UDFിലെ മറ്റ് കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം വളരെ ഗണ്യമായ രീതിയിൽ കുറയും. നിയമസഭയിൽ NDA സഖ്യത്തിൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് മുൻകൂർ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല. 100% ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞങ്ങൾ ഈ ചാനലുകളെ അഭിമുഖീകരിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. CPM നേതാവ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, വട്ടിയൂർക്കാവിൽ LDF UDFന് വോട്ട് ചെയ്തു, നേമത്ത് UDF LDFന് വോട്ട് ചെയ്തു. ഈ രണ്ടിടത്തും വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ഇതാണ് കുമ്മനം രാജശേഖരൻ നടത്തിയ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിൻ്റെ ചുരുക്കം. എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ഒരുപക്ഷെ അദ്ദേഹത്തെ വീണ്ടും ഈ വിഷയത്തിൽ നമുക്ക് CPM നേതാക്കളുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. ശ്രീ പഴകുളം മധു, ഇപ്പോൾ AN രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകുക എന്നതായിരുന്നു അത്രേ രണ്ട് മുന്നണികളുടെയും സമീപനം. അതിൻ്റെ സൂചന നൽകിയത് AK ആൻ്റണി ആയിരുന്നു. BJPയെ നിയമസഭയുടെ പടി ചവിട്ടാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞത് BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ UDF പിന്നിലാണെങ്കിൽ അവിടെ ഇടതുമുന്നണിയെ സഹായിക്കണമെന്ന ആഹ്വാനം നൽകുന്നതിന് തുല്യമായിരുന്നു എന്നാണ് BJP നേതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. അങ്ങനെ ആരോപിക്കാൻ അവർ ചൂണ്ടിക്കാട്ടുന്നത് AK ആൻ്റണിയുടെ ഈ പ്രസ്താവനയുമാണ്. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണെന്ന് ബഹുമാന്യ ശ്രീ AN രാധാകൃഷ്ണൻ ഇവിടെ പറഞ്ഞു. അത് ഞാൻ തള്ളി പറയുന്നില്ല. അതേ അവസരത്തിൽ എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് BJPയുടെ പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവകാശവാദത്തിൽ നിന്നും അദ്ദേഹത്തിന് വളരെ പിന്നോക്കം പോകേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹം വളരെ നിരാശനായിട്ടാണ് ഇന്ന് കാണപ്പെട്ടത്.
അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്നൊരു കാര്യമാണ്. എന്തായാലും BJPയുടെ ലക്ഷ്യം, വർഗീയ ശക്തികളുടെ ലക്ഷ്യം കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക. കോൺഗ്രസ് ഇല്ലാതാകുന്ന സ്പേസിലേക്ക് കടന്നു കയറാനുള്ള പരിശ്രമമാണ് ഇന്ത്യയാകെ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലും അവർ ആ പരീക്ഷണം നടത്തുന്നു. പക്ഷേ ആ പരീക്ഷണത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല. ആ പരീക്ഷണം കേരളത്തിന് അപകടമാണ്. സമൂഹങ്ങളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും എല്ലാം ഭിന്നിപ്പിക്കുന്ന ദേശീയ വിരുദ്ധമായ ഒരു ജീവിത രീതിയും ഒരു രാഷ്ട്രീയ സമീപനവും കേരളം പോലുള്ള സംസ്ഥാനത്തിന് സ്വീകരിക്കാൻ കഴിയില്ല. കേരളത്തെയും അങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബഹുമാന്യായ ശ്രീ AK ആൻ്റണി കേരളത്തിൽ BJPയുടെ കടന്നുകയറ്റം ഉണ്ടാകാതിരിക്കണം എന്നുള്ള മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ നമുക്ക് അതിലേക്ക് അധികം വിശദമായി പോകേണ്ടതില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ നേരത്തെ ചോദിച്ചത് ഇതായിരുന്നു. വട്ടിയൂർക്കാവിൽ LDF UDFന് വോട്ട് ചെയ്തു, നേമത്ത് UDF LDFന് വോട്ട് ചെയ്തു. അങ്ങനെ ഈ രണ്ട് മണ്ഡലത്തിലും വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ രണ്ട് മുന്നണികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു. ഇത് AK ആൻ്റണി പറഞ്ഞതുപോലെ നിയമസഭയുടെ പടി ചവിട്ടാൻ BJP അനുവദിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് BJP നേതാക്കൾക്ക് മനസ്സിലായതത്രേ. നേരത്തെ ആരോ ചർച്ചയിൽ പങ്കെടുത്തതുപോലെ BJPയുടെ നേതാക്കന്മാരൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഇതൊരു മതേതര നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നതായിട്ട് സംസ്ഥാനമാണ്. BJP എത്ര തന്നെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാലും മതത്തിന്റെയും ജാതിയുടെയും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള അവരുടെ പരിശ്രമം നടക്കാൻ വേണ്ടി പോകുന്നില്ല. അതുതന്നെയാണ് ഈ തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ കഴക്കൂട്ടത്തിന്റെ കാര്യം പറയാത്തത് ഭാഗ്യമായി പോയി. ഈ 3 മണ്ഡലങ്ങളിലാണല്ലോ BJPയുടെ കേന്ദ്ര നേതാക്കന്മാർ താവളമടിച്ചതും കോടികൾ ചെലവഴിച്ചതും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും RSSകാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയതും ഒക്കെ തന്നെ. ഒരുപാട് ഹൈടെക് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പക്ഷെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ജനങ്ങൾ BJPയെ അങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കില്ല. കേരളം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനമാണ്. കേരളത്തിന്റെ സമുജ്വലമായിട്ടുള്ള പാരമ്പര്യം അതാണ്. നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിന് സംഭാവന ചെയ്ത മഹത്തായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ ചോദിക്കുന്നത്, നമുക്കറിയാം നിയമത്തിന്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടി വ്യക്തതയുണ്ടല്ലോ. നേമത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലുമുള്ള രാഷ്ട്രീയ സാഹചര്യം മറ്റാരെക്കാട്ടിലും നന്നായി താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. നേമത്ത് UDFന്റെ വോട്ടുകൾ അത് UDF സ്ഥാനാർത്ഥിക്ക് അപ്പാടെ പോൾ ചെയ്തു എന്ന് താങ്കൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? ഉച്ചയ്ക്ക് ശേഷം കണ്ടൊരു പ്രവണതയെ ഞാൻ മനസ്സിലാക്കുന്നത്, UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കോൺഗ്രസ് പ്രവർത്തകരെ പല ബൂത്തുകളിലും കണ്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അവർ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കാൻ സാധിക്കില്ല. അവരെപ്പോഴും ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ വോട്ട് BJPയിലേക്ക് പോയി എന്നാണോ താങ്കൾ ആരോപിക്കുന്നത്? സ്വാഭാവികമായിട്ടും അവര് രഹസ്യബാന്ധവം നമുക്ക് വളരെ കാലമായിട്ട് അറിയാവുന്നതാണല്ലോ. BJPയും കോൺഗ്രസ് ഒരു നാണയത്തിന്റെ വിശേഷങ്ങളാണ്. പകൽ കോൺഗ്രസും രാത്രി BJPയും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന രീതി. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില പരിശോധിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, നിശ്ചയമായിട്ടും പറയാൻ സാധിക്കുമല്ലോ. UDFന്റെ മുഴുവൻ വോട്ട് കഴിഞ്ഞ തവണ അവിടെ കിട്ടിയിരുന്നോ UDF സ്ഥാനാർത്ഥിക്ക്? കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടൊരു കാഴ്ചയാണല്ലോ. UDFന്റെ സ്ഥാനാർത്ഥിയെ UDFകാരെ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന കാഴ്ച കണ്ടത്. O രാജഗോപാലിന് വോട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ O രാജഗോപാലിന് അത്രയും വോട്ട് കിട്ടില്ലല്ലോ. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവുക. വട്ടിയൂർക്കാവിന്റെ കാര്യമോ? വട്ടിയൂർക്കാവിന്റെ കാര്യം പരിശോധിച്ചാൽ എങ്ങനെയായിരിക്കും? ഹലോ, വട്ടിയൂർക്കാവിന്റെ കാര്യത്തിലോ? വട്ടിയൂർക്കാവിന്റെ കാര്യത്തിലൊക്കെ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? കുമ്മനം രാജശേഖരനെ പോലെ BJPയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ, തനി വർഗീയവാദി, അവിടെ കൊണ്ട് നിർത്തി വട്ടിയൂർക്കാവ് ഒരു വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം കുമ്മനമെങ്കിലും മിനിമം മനസ്സിലാക്കണ്ടേ? ഇപ്പൊ തോക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴേക്ക് അതിന്റെ ഉത്തരവാദിത്വം CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും തലയിൽ ചാരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്താ? ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, എന്നോടൊപ്പം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞിട്ടുള്ള ശ്രീ AN രാധാകൃഷ്ണൻ ഇപ്പോഴുണ്ട്. താങ്കളോട് എന്തോ അദ്ദേഹത്തിനോട് ഈ ഘട്ടത്തിൽ സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനേറെ ബഹുമാനിക്കുന്നൊരു നല്ല യുവ നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷേ ഇത്ര വില കുറഞ്ഞ രീതിയിൽ അദ്ദേഹം സംസാരിക്കാൻ കാണിക്കുന്ന ധൈര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ബംഗാളിൽ ഒരുമിച്ച് നിന്ന് കൈപ്പത്തിയും അരിവാളും ഒരുമിച്ച് നിന്ന് മത്സരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്തൊരു തൊലിക്കെട്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, സാക്ഷര കേരളമാണിത്. വിദ്യാസമ്പന്നരായ ആളുകളുള്ള കേരളമാണ്.
ഈ കേരളത്തിൽ ഈ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിങ്ങളുടെ ഈ കള്ള കൂട്ടുകെട്ടുണ്ടല്ലോ, നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ട്, അതിനുശേഷം മാധ്യമങ്ങളിൽ വന്ന് തൊലിക്കെട്ടിയോടുകൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അബദ്ധ സഞ്ചാരം നടത്തുന്ന ഈ പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾക്കെതിരായി ജനങ്ങൾ ഓൾറെഡി പെട്ടിയിലിട്ട് കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മഞ്ചേശ്വരത്തിൽ താങ്കളുടെ പാർട്ടിക്ക് എത്ര വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്? മഞ്ചേശ്വരത്തിൽ താങ്കളുടെ പാർട്ടിക്ക് എത്രയാണ് വോട്ട് കിട്ടിയത് ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞു പോയി? എന്തുകൊണ്ട് കുറഞ്ഞു പോയി? താങ്കളെപ്പോലെ, ഞാൻ താങ്കളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാൾ, താങ്കളെപ്പോലുള്ള ഒരാൾ ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് വർഗീയവാദി എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത് തന്നെ താങ്കളെപ്പോലുള്ള ആളുകൾക്ക് ചേർന്ന പദപ്രയോഗമല്ല. താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൊലയാളിയായിരുന്നില്ലേ പിണറായി വിജയൻ? ഞാനത് ഉന്നയിച്ചിട്ടില്ലല്ലോ. കാരണം താങ്കളെപ്പോലുള്ള ആളുകൾ, വിദ്യാസമ്പന്നനായ സംസ്കാരമുള്ള ഒരാള് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ വർഗീയവാദി എന്ന പദപ്രയോഗം ഉപയോഗിച്ചാൽ അതിന് ചുട്ട മറുപടി കൊടുക്കാൻ എന്നെ പോലുള്ള ഒരു ബാധ്യസ്ഥരാകും. താങ്കളെപ്പോലുള്ള ആളുകൾക്ക് ചേർന്നതല്ല. താങ്കളെപ്പോലുള്ള ഒരാള് ഇതുപോലുള്ള ചർച്ചകളിൽ വന്ന് ഉപയോഗിക്കാൻ കഴിയാത്ത പദപ്രയോഗം ഉപയോഗിക്കുന്നത്, നിങ്ങൾ ജയരാജന്റെ ഭാഷയാണ് സംസാരിച്ചത്. താങ്കൾ എന്നോട് സംസാരിച്ചത് ജയരാജന്മാരുടെ ഭാഷയാണ്. അദ്ദേഹത്തിന് മറുപടി അദ്ദേഹം വിശദീകരിക്കട്ടെ. ശ്രീ, ഞാൻ വസ്തുതയാണ് പറഞ്ഞത്. ആ വസ്തുത പറയുമ്പോൾ വല്ലാതെ വേദനിക്കേണ്ട കാര്യം. താങ്കൾക്ക് ആര് സർട്ടിഫിക്കറ്റ് തന്നു? ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ആരാണ്? താങ്കൾ കടകംപള്ളിയിൽ ഭൂമി തട്ടിപ്പ് കേസ് നടന്നപ്പോൾ കടകംപള്ളിയിൽ താമസിക്കുന്ന താങ്കൾ ആരുടെ കൂടെയായിരുന്നു? താങ്കൾ ഭൂമാഫിയയുടെ കൂടെയായിരുന്നില്ലേ? തങ്ങളുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തും കടകംപള്ളിയിൽ താങ്കളുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഉമ്മൻചാണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ട സലീം രാജിൻ്റെ നേതൃത്വത്തിൽ കൊള്ള നടന്നപ്പോൾ നാട്ടുകാരനായി താങ്കളോട് പോയി. താങ്കൾ ഭൂമാഫിയയുടെ കൂടെ ആയിരുന്നില്ലേ? ആ ഭൂമാഫിയയുടെ കൂടെയുള്ള രാത്രി ചർച്ചകളിൽ തെറ്റിദ്ധാരണ വരുത്തുക. നമുക്ക് ചർച്ച വേറൊരു വഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾക്ക് രാഷ്ട്രീയ നിലപാട് തന്നെ വർഗീയതയിൽ നിങ്ങളൊരു അഴിമതിക്കാരുടെ പാർട്ടിയല്ലേ? താങ്കളൊരു അഴിമതിക്കാരുടെ പാർട്ടി, ആ വർഗീയവാദികളുടെ പാർട്ടി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ SDP-യുമായിട്ടല്ലേ താങ്കൾ കൂടിയിരിക്കുന്നത്? കടകംപള്ളിയിൽ പോലും താങ്കൾ മത്സരിക്കുന്ന തങ്ങളുടെ മണ്ഡലമായിട്ടുള്ള കഴക്കൂട്ടത്ത് പോലും താങ്കളെ സഹായിക്കുന്ന SDP അല്ലേ? എല്ലാവർക്കും അറിയാം. അതിന്റെ റിസൾട്ട് വരട്ടെ. ശരി, ഏതായാലും അക്കാര്യത്തിൽ വളരെ വളരെ ചൂടുള്ള വിഷയമായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, നമുക്ക് ആ ഘട്ടത്തിൽ വീണ്ടും ഈ വിഷയം സംസാരിക്കുകയും ചെയ്യാം. ശ്രീ എൻ രാധാകൃഷ്ണൻ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ കുമ്മനം രാജശേഖരൻ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? നേമത്തും വട്ടിയൂർക്കാവിലും ഈ രീതിയിലുള്ള വോട്ട് മറിക്കൽ നടന്നു എന്നത് ഒരു തരത്തിൽ പരാജയപ്പെടുമെന്ന് ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വോട്ടെടുപ്പിൻ്റെ വൈകുന്നേരം തന്നെ കിട്ടാവുന്ന വോട്ടുകൾ സംബന്ധിച്ച് ഏകദേശ ധാരണയുണ്ടാകുമല്ലോ. അത് പരിശോധിച്ച ശേഷം ഒരു പരാജയം മണക്കുന്ന ഘട്ടത്തിൽ നടത്തിയ പ്രതികരണം എന്നതിനപ്പുറത്തേക്ക് എന്ത് തെളിവുണ്ട് അവിടെ? അല്ല, ഞങ്ങൾ പൊതുവേ കേരളത്തിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ മുന്നണി സംവിധാനം പരിശോധിച്ചത്. അതിനുശേഷം ഇന്നലെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് രാവിലെയൊക്കെ ആയിട്ടുള്ള വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി അതാത് സ്ഥലങ്ങളിൽ എടുത്തുള്ള നിലപാടുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തുള്ള നിലപാടുകൾ, ഇതൊക്കെ ഞങ്ങൾ വിശദമായി പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വരുമ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം നേമം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട UDF കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിൽ LDFന് കിട്ടിയ വോട്ട് പരിശോധിച്ചു. ഏതാണ്ട് ആ പരിശോധനയ്ക്ക് അതിന് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പ്രാവശ്യത്തെ അതാത് സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ, അല്ലെങ്കിൽ UDFന് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ ഒരു സംവിധാനം അവിടെ ഇല്ലാതെ പോയി. അത് ജനങ്ങളുടെ മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചു. ദൃശ്യമാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. എന്താണ് അദ്ദേഹം അതിൻ്റെ വസ്തുതകൾ തുറന്നു പറഞ്ഞു. എന്താണെങ്കിലും ശരി, 19 ഒരു ആത്മവിശ്വാസം നിങ്ങളിപ്പോൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആമുഖമായി തന്നെ സൂചിപ്പിച്ചു, ഈ നിയമസഭയിൽ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഈ നിയമസഭയിൽ കോൺഗ്രസ് തകർന്നതിന് ശേഷം നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ റിസൾട്ടാണ്. അടുത്ത നിയമസഭയുടെ അകത്ത് BJP NDA സഖ്യത്തിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ടാകും. അത് തിരുവനന്തപുരം മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നായി BDJSൻ്റെയും BJPയുടെയും ഏതാണ്ട് 2 അക്കത്തിൽ കൂടുതലുള്ള അംഗങ്ങളുണ്ടാകുമെന്ന 100% ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലേ, മറ്റൊന്ന് നമ്മൾ തമ്മിൽ കാണേണ്ടതല്ലേ? കാണണം. ശരി, പഴകുളം മധു, ബംഗാൾ മോഡലായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ നടപ്പാക്കിയതെന്നാണ് BJP വീണ്ടും ആക്ഷേപിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് തകരണമെന്നാണ് BJPയുടെ ആഗ്രഹം, CPMൻ്റെ ആഗ്രഹം അതാണ്. ഒരു കാരണവശാൽ ഈ 2 പാർട്ടികളും ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഇവർ പരസ്പരം പലയിടത്തും സഹകരിച്ചിട്ടുണ്ട്.
പല മണ്ഡലങ്ങളിലും 19-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ വിജയകുമാറെ നമുക്ക് ആ തെളിവുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരും. ഇപ്പോൾ ഇവർ രണ്ടുപേരും വന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് പരസ്പരം പോർവിളിക്കുന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരുടെ നേതാക്കന്മാരാരാന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. രണ്ടുപേരുടെ നേതാക്കന്മാരുടെ വിശേഷണം അങ്ങോട്ടും രണ്ടുപേരും പറയുകയുണ്ടായി. ഈ പാർട്ടികളുടെ അസഹിഷ്ണുതയാണ്, അക്രമ രാഷ്ട്രീയമാണ്, വർഗീയതയാണ് കേരളത്തിൽ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്തത്. അത് ജനങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിലെ ജനങ്ങളെ ഇതൊന്നും പറഞ്ഞ് വ്യാപിപ്പിക്കാൻ കഴിയില്ല. UDF എതിരായി കൊണ്ടുവന്ന ഈ ആരോപണങ്ങൾ എല്ലാ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നു, എക്സിറ്റ് പോൾ പുറത്ത് വിട്ടിരിക്കുന്ന ഫലത്തിൻ്റെ നേർവിപരീതമായൊരു ഫലമായിരിക്കും ഉണ്ടാകുന്നത്. ശ്രീ AN രാധാകൃഷ്ണൻ വീണ്ടും വീണ്ടും പറയാണ് കോൺഗ്രസ് കേരളത്തിൽ തകർന്ന് മണ്ണിടിഞ്ഞാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കണ്ടോ, കേരളത്തിൽ കോൺഗ്രസ് തകരാൻ പോകുന്നില്ല. അതാണ് കുമ്മനം രാജശേഖരന്റെ വാക്കിൽ നിന്നും പ്രവചനങ്ങൾ ഉണ്ടല്ലോ ശ്രീ മധു. അതുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അതിൽ നിങ്ങളാരും അമിതമായ ആഹ്ലാദം കാണണ്ട. അതൊന്നും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ സാമാന്യ ബാലപാഠം അറിയുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലായിടത്തും പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും. അത്തരമൊരു ട്രെൻഡ്, അത്തരമൊരു ജനവികാരം, അത്തരം പ്രശ്നങ്ങൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല. ശ്രീ പഴകുളം അല്പസമയം മുമ്പ് കടകംപള്ളി സുരേന്ദ്രൻ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നേമമണ്ഡലത്തിൽ ഉച്ചതിരിഞ്ഞ പല ബൂത്തുകളിലും കോൺഗ്രസിന് UDFന് വേണ്ടി ഇരിക്കാൻ ആളുണ്ടായിരുന്നില്ല. അങ്ങേയറ്റം നിർജീവമായിരുന്നു അവിടുത്തെ പ്രവർത്തനം. അവസാന ഘട്ടങ്ങളിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന് പരിശോധിക്കണമെന്നാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അല്പസമയം മുമ്പ് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത്. ആ വോട്ടുകൾ എവിടെ പോയി? കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ സത്യവിരുദ്ധമായിട്ടുള്ള കെട്ടിച്ചമച്ചൊരു കാര്യമാണ്. നേമം നിയോജക മണ്ഡലത്തിൽ ഇവരെല്ലാ തവണ ഇത് പറയാറുണ്ടല്ലോ, BJP ബാന്ധവം കോൺഗ്രസിനുണ്ടെന്ന്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കണ്ടു ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണിക്കും CPM സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ടുകളെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വോട്ടുകൾ, നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട കമന്റ് ഇപ്പോഴും ഉണ്ട്. ആ കമന്റ് കണ്ടാൽ മനസ്സിലാകുമല്ലോ നേമം നിയോജക മണ്ഡലത്തിൽ ആരുടെ വോട്ടാണ് കുറയുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരുടെ പെർസെന്റാണ് കുറഞ്ഞത്. കേരളത്തിൽ 17 നിയമസഭാ മണ്ഡലങ്ങളിൽ CPM വോട്ട് കുറഞ്ഞതിൻ്റെ കഥ ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് മനസ്സിലാകാത്തത്? അദ്ദേഹത്തിന് മാത്രം മനസ്സിലാകാതെ പോകുന്നൊരു യാഥാർത്ഥ്യമാണത്. നേമത്ത് UDF ശക്തമായി പോരടിച്ചു. അവിടെ ജയിക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കും. ഒരുപക്ഷെ 3ാം സ്ഥാനത്ത് CPM പോയാലും അത്ഭുതപ്പെടാനില്ല. നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് നഗരത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിക്കാൻ പോകുന്നില്ല. UDF അക്കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ മണ്ഡലങ്ങളും ഞങ്ങൾ വിജയിക്കും. CPMനും BJPക്കും വേണ്ടത് UDFനെയും കോൺഗ്രസ് തകർക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ പല സ്ഥലങ്ങളിലും അവർ സഹകരിച്ചിട്ടുണ്ട്, പല മണ്ഡലങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട്. അതിന്റെ കണക്ക് നമുക്ക് കടകംപള്ളി സുരേന്ദ്രൻ താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ പഴകുളം മധു പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ ആവർത്തിക്കുക. ഒരു പക്ഷേ പല മണ്ഡലങ്ങളിലും LDF 3ാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് പറയുന്നത്. അതെ, ഞാൻ മിസ്റ്റർ മധുവിനെ അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള അവകാശത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. ഏതായാലും നാളെ ഒരു ദിവസം കഴിഞ്ഞ് 19-ാം തീയതി രാവിലെ 10 മണിയാകുമ്പോൾ റിസൾട്ട് വരുമല്ലോ. ആ റിസൾട്ട് വരുമ്പോഴത്തേക്ക് താൻ ഇങ്ങനെ പറഞ്ഞതിൽ വല്ലാതെ ഖേദിക്കേണ്ടി വരും മധു. അത്രയേ ഉള്ളൂ. ഈ നേമത്തെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു സുരേന്ദ്രൻ പിള്ളയെ വിളിച്ച് ചോദിക്കൂ, അവിടുത്തെ UDF പ്രവർത്തകര് എത്രമാത്രം അദ്ദേഹത്തോട് അന്യായം പ്രവർത്തിച്ചു, അനീതി കാട്ടി എന്നുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ബൂത്തിന്റെ പടിക്കൽ കോൺഗ്രസിലെ പ്രവർത്തകന്മാരുണ്ടായിരുന്നില്ല തന്നെ. അത് എല്ലാവരും കണ്ട ഒരു കാര്യമല്ലേ. അവിടെ പലപ്പോഴും BJPയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രമല്ല അല്ലാത്ത സന്ദർഭത്തിലും യോജിച്ച് നിന്ന് ഇടതുപക്ഷത്തെ നേരിടുന്ന കാഴ്ച കാണുന്ന നാട്ടുകാരിതെല്ലാം കാണുകയല്ലേ. സുരേന്ദ്രൻപിള്ളയോട് ചോദിക്കൂ അവിടെ എന്താ സംഭവിച്ചതെന്ന്. ആത്മാർത്ഥതയോടുകൂടി പറയുകയാണെങ്കിൽ സുരേന്ദ്രൻപിള്ളയ്ക്ക് അവിടെ സംഭവിച്ച കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. പഴയ രവിയോട് ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച രവിയോട് ചോദിച്ചു, എത്ര വഞ്ചനയാണ് കോൺഗ്രസ് അദ്ദേഹത്തോട് കാട്ടിയതെന്ന്. കോൺഗ്രസ് ഇതൊക്കെ എടുക്കുന്ന രീതി നമ്മൾ കാണുന്നത് തന്നെയാണ്. പോട്ടെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലവും പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അവരിരുന്നോട്ടെ. എന്താണെന്ന് മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് വ്യത്യാസം എന്താണ്? ശരി, അതാണ് താങ്കളുടെ വിശദീകരണം. ശ്രീ പഴകുളം മധു, മറുപടി. നിങ്ങൾ 2011-ൽ ചാരുപാറ രവിയോട് ചെയ്തു, ഇപ്പോൾ 2016-ൽ സുരേന്ദ്രൻ പിള്ളയോടും ഇത് തന്നെ ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിയമം മാത്രമല്ലല്ലോ നിയോജകമണ്ഡലങ്ങൾ.
അല്ല, 2014 ഞങ്ങൾ ഏതൊക്കെ മണ്ഡലത്തിൽ ജയിച്ചു എന്ന് അദ്ദേഹത്തിന് വ്യക്തമാണല്ലോ. ഞാൻ ഓരോ നിയമസഭാ മണ്ഡലം രണ്ട് മണ്ഡലങ്ങളിലെ വോട്ട് മറിച്ചു എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ഈ വിഷയം പരിഗണിക്കുന്നത്. അതുകൊണ്ട് നിയമവും വട്ടിയൂർക്കാവും പ്രത്യേകം പരാമർശിക്കുന്നു എന്നേ ഉള്ളൂ. അബ്സർഡ് എന്ന ഒറ്റ വാക്കിലാണ് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് എൻ രാധാകൃഷ്ണൻ പറഞ്ഞ, അദ്ദേഹം മുതിർന്ന രാഷ്ട്രീയ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് എൻ രാധാകൃഷ്ണൻ കൊടുത്ത മറുപടി അദ്ദേഹത്തോട് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തോട് ഞാൻ ബഹുമാനത്തോടു കൂടി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഒട്ടും ശരിയല്ല. ഇന്ന് വി സുരേന്ദ്രൻപിള്ള തന്നെ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പെ വിലയിരുത്തി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹം ഊട്ടി ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അസംബന്ധമായ കാര്യങ്ങളാണ്. ഇതൊന്നും ശരിയായിട്ടുള്ള വസ്തുതകളല്ല. ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഒരു കാലത്തും CPM-നെ BJP-യെ പിന്തുണയ്ക്കുകയോ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാരല്ല. ഞങ്ങളെ ആരും ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് CPM-നെയും BJP-യുമാണ്. പല മണ്ഡലങ്ങളിൽ അവർ തന്നെയാണ് പരസ്പരം ആരോപിക്കുന്നത്. ഞങ്ങൾ അസംബന്ധ നാടകമൊന്നും മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയല്ല. ഒരു ദിവസത്തെ ഇടവേള മാത്രമേ ഇപ്പോൾ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ പോവുകയാണ്. BJP-ക്ക് അവരുടെ അവകാശങ്ങൾ പറയാം, തോൽക്കുന്നതിന് ന്യായം CPM-നും പറയാം. പക്ഷേ ഇതാ കേട്ടോളൂ, കേരളത്തിലെ ജനങ്ങൾ ഇവർ പറഞ്ഞ പ്രചരണങ്ങളിലൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് താഴെ നിന്ന് ലഭിച്ചിട്ടുള്ള വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് പറയുമ്പോൾ ബഹുമാനായ ശ്രീ കുമ്മനം രാജശേഖരൻ കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി അദ്ദേഹത്തിന് പറയാം, CPM-നും പറയാം. ഈ അധര വ്യായാമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ വരെ മാത്രമേ ഇതിന് ആയുസുള്ളൂ. കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP-യും CPM-ഉം തമ്മിൽ പലയിടത്തും വ്യക്തമായ ആരോപണങ്ങൾ, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂചിപ്പിച്ച പോലെയുള്ള വ്യക്തമായ സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. CPM-നാണ് കേരളത്തിൽ വോട്ട് നഷ്ടമായിട്ടുള്ളത്. BJP-യുടെ കടന്നുവരവിൽ വോട്ട് നഷ്ടമായിട്ടുള്ളത് CPM-നാണ്. ഞാൻ വരാം. ശ്രീ എൻ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുട്ടനാട് പ്രസംഗമുണ്ടായിരുന്നു. BJP-യും UDF-ഉം തമ്മിലാണ് പല മണ്ഡലങ്ങളിലും പോരാട്ടം എന്ന് ചില മണ്ഡലങ്ങളുടെ പേരെടുത്ത് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ BJP-യുമായി ഒരു പോരാട്ടം നടത്തുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. അത് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് പിന്നീട് വിമർശനമുണ്ടായപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അത് ചൂണ്ടിക്കാട്ടിയപ്പോഴും കോൺഗ്രസിനകത്തുള്ള നേതാക്കൾ തന്നെ അതങ്ങനെയല്ല എന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഇത്തവണയും കിട്ടുന്നില്ല എങ്കിൽ അത് കിട്ടാത്തതിന് കാരണം ഇടതു വലതു മുന്നണികളുടെ വോട്ടുകൾ ഒന്നിച്ചു, അതുകൊണ്ട് വോട്ട് കിട്ടിയില്ല, ജയിച്ചില്ല എന്ന് പറയുന്ന പതിവ് ന്യായം പറയാനുള്ള ഒരു തയ്യാറെടുപ്പാണോ BJP നേതാക്കൾ കാലേ കൂട്ടി തുടങ്ങിയിരിക്കുന്നത്? ഒന്ന്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലും അതിന് തൊട്ട് മുമ്പും കേരളത്തിൽ പ്രസ്താവന നടത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളുമാണ്. അതിൻ്റെ അവസാനത്തെ പട്ടികയിലാണ് ശ്രീമാൻ AK ആന്റണി വരുന്നത്. അതിനു മുമ്പ് ഷാനവാസും രമേശ് ചെന്നിത്തലയും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല, കേരളത്തിൻ്റെ മതേതരത്വ സ്വഭാവമുണ്ട്, ഞങ്ങൾ ഒരുമിക്കേണ്ടി വന്നാൽ ഒരുമിക്കുമെന്ന് പരസ്യമായി പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളത് ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേർ കൂടി നിലപാടുകൾ സ്വീകരിച്ചിട്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തിരുവനന്തപുരത്ത് BJP മാറിയില്ലേ? BJP വളരെയധികം മുന്നോട്ട് വന്നല്ലോ. ഇപ്പം നേമം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ശ്രീമാൻ കുമ്മനം അത് സൂചിപ്പിക്കാനുള്ള കാരണം, നേമം നിയോജക മണ്ഡലത്തിനകത്ത് ഇപ്പോൾ ബഹുമാനായ കടകംപള്ളി നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസിൻ്റെ സ്ഥലങ്ങളിൽ ആളുകളുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ആളുകളുണ്ടായിരുന്നില്ല? രണ്ട് കാരണങ്ങൾ പരിശോധിക്കണം. ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ശ്രീമാൻ ബഹുമാനായ സുരേന്ദ്രൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കിയത് ഏതൊരു സൗഹൃദ മത്സരത്തിൻ്റെ ഭാഗമാണോ? അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളായിട്ട് നിൽക്കുന്നു, വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറുന്നു. ഈ മാറ്റത്തിനിടയ്ക്ക് നടന്നുള്ളൊരു 10-15 ദിവസങ്ങൾ കൊണ്ട് നടന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റമാണ്. അപ്പോൾ ജനങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇവർ ഇരട്ടപ്പറ്റ മക്കളാണോ, ആരും ആരുടേതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളെ രംഗത്തിറക്കി പ്രവർത്തകന്മാരെ നിർജ്ജീവമാക്കുന്നതാണോ, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുണ്ടായിട്ടുള്ള വസ്തുത? അത് പരിശോധിക്കുമ്പോഴാണ് BJP-യുടെ വോട്ടും പരിശോധിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ നേമം അസംബ്ലി മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വോട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കണം. കഴിഞ്ഞ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾക്കും LDF-നും UDF-നും കിട്ടിയ വോട്ട് പരിശോധിക്കട്ടെ. നേമത്തിൽ ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോയതല്ലേ? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഗണ്യമായ ഭൂരിപക്ഷമാണ് നേമം അസംബ്ലി മണ്ഡലത്തിലുള്ളത്. വട്ടിയൂർക്കാവിൽ ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടെങ്കിൽ കുമ്മനം രാജശേഖരനെ പോലുള്ള ഒരാൾ ജനങ്ങളോട് സംസാരിക്കാനുള്ള കാരണം, സ്വാഭാവികമായും നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ പുറത്തു കൊണ്ടുവരുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ്. നടന്നിട്ടുള്ള സംഭവങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി, ജനങ്ങളാണ് അതിൻ്റെ ശക്തി.
അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അതിനെ അട്ടിമറിക്കാൻ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒട്ടുകെട്ടുകൾ ശ്രമിക്കുന്നു. ആ ശ്രമത്തെ അതിജീവിച്ചുകൊണ്ടാണ് ജയിക്കാൻ പോകുന്നത് എന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ശരി, ഇപ്പോൾ നാളത്തെ കഴിഞ്ഞാൽ മറ്റന്നാൾ അറിയാലോ, കേരളത്തിൻ്റെ നിയമസഭയിൽ നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഈ നിയമസഭയിലെ സജീവമായ സാന്നിധ്യമായി ഒരുപക്ഷെ 2 അക്കത്തിൽ കൂടുതലുള്ള സംഖ്യ നിയമസഭയിലുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് അമിത പ്രതീക്ഷയല്ല, വരാൻ പോകുന്ന കാര്യമാണ്, കാണാൻ പോകുന്ന കാര്യമാണ്. അത് നമുക്ക് മറ്റൊന്ന് നോക്കി കാണാമല്ലോ. പല അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും പറയുന്നത് 0 മുതൽ 10 വരെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 0 മുതൽ ആണ്. 0 മുതൽ, അതങ്ങനെയാണല്ലോ തുടങ്ങിയപ്പോഴും. 0 മുതൽ എന്ന് പറഞ്ഞാൽ 10 വരെ പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ തുടങ്ങിയിട്ടില്ല. അല്ല, അത് പിന്നെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സർവേ റിപ്പോർട്ടുകൾ എടുക്കുന്നത് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലോ. ആ ദൃശ്യമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ താല്പര്യങ്ങൾ പ്രകടമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞു തിരുവനന്തപുരത്ത് 18% വോട്ട് ഒ രാജഗോപാലിന് കിട്ടും. ഞാൻ മത്സരിച്ച എറണാകുളത്ത് അവർ പറഞ്ഞ് 6%, എനിക്ക് 15% കിട്ടി. ഒ രാജഗോപാലിന് ഇവർ 18% പറയുമ്പോൾ 30%-ന് മുകളിൽ കിട്ടുന്നു. അപ്പോൾ ഇത് ഈ വോട്ട് പെട്ടിയിലിട്ടതിന് ശേഷം ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ പറയുന്നതിൽ മുമ്പ് ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ളവരാരും ഭയപ്പെടാറില്ല. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിൻ്റെ കേഡർ സ്വഭാവത്തിൽ ജനങ്ങളുമായി സമ്പാദിച്ചുകൊണ്ട് അതിജീവിക്കാനുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിനനുസരിച്ച് ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഈ മറ്റന്നാളുണ്ടാകും. എനിക്ക് വളരെ ഉറപ്പാണ് 2 അക്കത്തിൽ കൂടുതൽ സംഖ്യ ജയിക്കും. ഏതാണ്ട് 40ഓളം സ്ഥലങ്ങളിൽ, 40 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും നിർണായകമായ ശക്തിയായിട്ട് BJP മാറും. ഒരു 10-18 സ്ഥലങ്ങളിലെങ്കിലും 2ാം സ്ഥാനമോ 1ാം സ്ഥാനമോ ആയി ബന്ധപ്പെട്ട് നിൽക്കും. ഈ അടുത്ത പ്രാവശ്യത്തെ ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരു ശക്തിയായി BJP രൂപാന്തരപ്പെടും. ഞാൻ ശ്രീ പഴകുളം മധു, മറ്റൊരു വിഷയം കൂടി. നമ്മൾ നേരത്തെ തുടങ്ങിയത് PP തങ്കച്ചൻ്റെ പ്രസ്താവനയിലായിരുന്നല്ലോ. PP തങ്കച്ചൻ്റെ പ്രസ്താവനയിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ UDF-നുള്ളിൽ വലിയ ചർച്ചകൾ നടക്കും. അതിൻ്റെ സൂചനകൾ PP തങ്കച്ചൻ്റെ പ്രസ്താവനയിൽ തന്നെയുണ്ട്. ഘടകകക്ഷികൾക്കും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ചെറിയ ഘടകകക്ഷികളുടെക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പോലും സർക്കാർ ഒന്നടങ്കം മറുപടി പറയേണ്ടി വരുന്നു. അഴിമതി ആരോപണം നേരിട്ടവരാരൊക്കെയാണോ അവരൊക്കെ തന്നെയാണ് ഇതിൽ പരാജയമുണ്ടായാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അതല്ലാതെ കോൺഗ്രസ് അപ്പാടെയോ UDF അപ്പാടെയോ ഒന്നും പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് PP തങ്കച്ചൻ സൂചിപ്പിക്കുന്നത്, അദ്ദേഹത്തെ പോലെ എത്രയോ തെരഞ്ഞെടുപ്പുകൾ കണ്ട ഒരു നേതാവിന് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് താഴെ തട്ടിൽ നിന്നുള്ള പൾസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. ഇല്ല, ബഹുമാനായ ശ്രീ PP തങ്കച്ചൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും വിലയിരുത്തും, കോൺഗ്രസും വിലയിരുത്തും, UDF-ഉം വിലയിരുത്തും. പരാജയപ്പെടുന്നതിനെ സംബന്ധിച്ച് യാതൊരു സൂചനയും അദ്ദേഹം നൽകിയിട്ടില്ല. ഞങ്ങൾ UDF വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയത്തുണ്ടായ ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെ നേരിടാനുള്ള സമയം ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ഉത്തരം മാത്രമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥത്തിൽ ഏതെങ്കിലും തന്നെയല്ല, അദ്ദേഹം ഏത് കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടെലിവിഷനിൽ അദ്ദേഹം സംസാരിച്ചതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് എന്നെപ്പോലെ ഒരാൾ, അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ്, വലിയ നേതാവിൻ്റെ വാക്കുകളെ ഞാൻ ഖണ്ഡിക്കാനോ
ന്യൂനപക്ഷ വോട്ടർമാർ അംഗീകരിച്ചു. അതിൻ്റെ ഫലം ഇടതുമുന്നണിയുടെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, അത് മറക്കരുത്. പല തട്ടിപ്പുകളും CPM കേരളത്തിൽ പല തെരഞ്ഞെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഇത്തവണയും അത് അവർ പലയിടത്തും എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അവർക്കതൊന്നും ഫലം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ സമുദായത്തിലെ ഗണ്യമായ വിഭാഗവും സമാധാനം നിലനിൽക്കാനും പുരോഗതിയും വികസനവും ഉണ്ടാകാനും ഈ പ്രചണ്ഡമായ പ്രചരണങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസും UDFും നിലനിൽക്കണമെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അത് ബലിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് നടന്ന വലിയ പോളിംഗ് വ്യക്തമാക്കുന്നത് അതാണ്. ഞങ്ങളുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ട്. അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ വിശദീകരണം. ശ്രീ AN രാധാകൃഷ്ണൻ, അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് താങ്കളോടും ചോദിക്കാനുള്ളത്. ഈ BJPയുടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് തോന്നലുളവാക്കുന്ന തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ ദേശീയ നേതാക്കൾ, പ്രത്യേകിച്ച് അമിത്ഷാ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നു, പ്രധാനമന്ത്രി റാലികളിൽ പങ്കെടുക്കുന്നു, വലിയ തോതിലുള്ള പണം ഒഴുക്കിയുള്ള പ്രചാരണ തന്ത്രങ്ങളൊക്കെ പയറ്റുകയും ഒക്കെ ചെയ്തതിൻ്റെ ഗുണം BJPക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടുന്നത് ഇടതുമുന്നണിക്കാണ് എന്നാണ് ഈ കണക്കുകൾ, ഈ എക്സിറ്റ് പോളിലെ കണക്കുകൾ ആധാരമാക്കി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആ നിലയിൽ തന്ത്രപരമായ ഒരു പാളിച്ച ഈ വിഷയത്തിൽ BJPയുടെ ഉണ്ടായോ? ഒരു തന്ത്രം മെനയുന്ന കാര്യത്തിൽ അത്തരമൊരു പാളിച്ച ഉണ്ടായോ എന്നൊരു സംശയം ഈ ഘട്ടത്തിൽ ഉയർന്നു വരും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 15 ദിവസം മുമ്പ് വരെ തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്രീകൃതമായി മുന്നോട്ട് പോയത് സാധാരണഗതിയിൽ നിത്യസംഭവമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോളാറിനെ കുറിച്ചോ അഴിമതി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചോ, അങ്ങനെ ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും സുധീരനും ഒക്കെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ഉണ്ടായത്. ആ രാഷ്ട്രീയമാണ് ഒരു 15 ദിവസത്തിനിടയ്ക്ക് അമിത്ഷായുടെയും അതുപോലെ തന്നെ ബഹുമാനായ മോഡിജിയുടെയും വരവോടുകൂടി കേരള രാഷ്ട്രീയം ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്ത ആ ഘട്ടത്തിലാണ്. ആ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് മതന്യൂനപക്ഷ മതവിഭാഗങ്ങളെ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് അവരെ കയ്യിലെടുക്കാനുള്ള ശ്രമം ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുണ്ടായി. അതിന് മത്സരിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. SDPA പോലുള്ള സംഘടനകൾ ഉപയോഗിക്കാൻ ശ്രമം നടത്തി. പക്ഷേ ഞാൻ കാണുന്നൊരു പ്രധാന പ്രത്യേകത, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ BJPക്കെതിരായി പരത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ ആശങ്ക, ആ ആശങ്കയ്ക്ക് ചെറിയ തോതിലെങ്കിലും കുറവുണ്ടായൊരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ, അറേബ്യൻ രാജ്യങ്ങളിൽ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം മലയാളികളായ 10-25 ലക്ഷത്തോളം ആളുകൾ പണിയെടുക്കുന്ന പ്രദേശമാണ്. അതിൽ ഇസ്ലാമിക സഹോദരന്മാരുടെ ഗണ്യമായ സംഖ്യയുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് അവിടെ പണിയെടുക്കുന്ന സഹോദരന്മാർ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മോഡിയുടെ നേട്ടങ്ങളെക്കുറിച്ച്, മോഡി വന്നതിന് ശേഷം അവർക്ക് ആത്മാഭിമാനം ഉയർത്താൻ കഴിഞ്ഞതിനെക്കുറിച്ച്, അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിഞ്ഞതിനെ കുറിച്ച്, അവരെ കാണാൻ വന്നൊരു പ്രധാനമന്ത്രിയെക്കുറിച്ച് അവർ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സഹോദരന്മാരുടെ ഇടയിൽ, ക്രൈസ്തവ മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായിട്ടുണ്ട്. ആ വഴിത്തിരിവ് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് സാവകാശമുള്ളൊരു മാറ്റമായി രൂപാന്തരപ്പെടുന്നു എന്ന ഭയപ്പെടേണ്ട അടിസ്ഥാനത്തിലാണ് ഇവർ ജനങ്ങളെ കാണിച്ച് ഉമ്മാക്കി കാണിക്കുകയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയാണെങ്കിലും ഇടതുപക്ഷക്കാരാണെങ്കിലും ജനങ്ങളെ ഇങ്ങനെ പ്രത്യേകിച്ച് അവർ ഈ മതന്യൂനപക്ഷക്കാരെ അത്തരമൊരു തന്ത്രത്തെ അതിജീവിക്കാൻ BJPക്ക് അല്ല, ഈ കണക്കുകളിൽ നിന്ന് റിസൾട്ട് വരേണ്ടത് 19-ാം തീയതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 19-ാം തീയതി റിസൾട്ട് വരുന്നതോടുകൂടി ഇപ്പോൾ കേരളത്തിൻ്റെ നിയമസഭ ഭരിക്കുന്നത് BJP ഒന്നുമല്ലല്ലോ. ഞങ്ങൾക്ക് അവിടെ അക്കൗണ്ട് തുറന്നിട്ടില്ല, ഞങ്ങൾക്ക് അവിടെ ആരുമില്ല. ഈ വരാവുന്ന സാഹചര്യത്തിൽ അക്കൗണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 അക്കത്തിൽ മുകളിലുള്ള സംഖ്യ NDAയുമായി ബന്ധപ്പെട്ട് അടുത്ത നിയമസഭയിലുണ്ടാകും. അതാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അവകാശവാദവും. ഏതായാലും രാഷ്ട്രീയ കേരളത്തിന്റെ വിധിയെഴുത്ത് അറിയാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങളായിരുന്നു നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ AN രാധാകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് ശ്രീ പഴകുളം മധു, CPM നേതാവ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, എല്ലാവർക്കും നന്ദി.